ഓപ്പൺ സ്റ്റേജിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തത് മാവോയിസ്റ്റ് ഭീഷണിയെക്കുറിച്ചാണ്. കേരളത്തിലും അത് എത്തിയിരിക്കുന്നു. അതേക്കുറിച്ചുള്ള വളരെ ചൂടേറിയ ചർച്ച കഴിഞ്ഞ ആഴ്ച നടന്നു. അതേക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിലേക്കുള്ള പരിഹാരം എന്താണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ചർച്ച തുടരുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വളരെ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ പി ബിജു, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ എം വിൻസെന്റ്, BJPയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ സി ശിവൻകുട്ടി, പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ ആർ അജയൻ, ഒപ്പം തന്നെ വളരെ സമ്പന്നമായ അഭിഭാഷകരും സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരും അടങ്ങുന്ന സദസ്സ്. എൻ്റെ പേര് സുധാകരൻ നായർ. പണ്ടിവിടെ നക്സലേറ്റ് പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അതായത് ജന്മിമാരും കുടിയാന്മാരും തമ്മിലുള്ള സമ്പ്രദായം നക്സലേറ്റ് പ്രസ്ഥാനം ഉണ്ടായത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടാകാൻ കാര്യം ഇവിടെ ആദിവാസിയുടെ ദുരവസ്ഥ കൊണ്ട് തന്നെയാണ്. കാരണം ഇവിടെ ഈ ആദിവാസികളുടെ ഇടയ്ക്ക് ശിശുഭരണ നിരക്കുണ്ട്, കന്യകകൾ പ്രസവിക്കുന്നു, ഇങ്ങനെ പല സംഭവങ്ങളുമുണ്ട്. അവർക്ക് റേഷൻ വാങ്ങിക്കാൻ പൈസയില്ല, അങ്ങനെ. അപ്പോൾ ഈ ദുരവസ്ഥകൾ മുതലെടുത്തുകൊണ്ടാണ് ഈ മാവോയിസ്റ്റുകൾ മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇതിനെതിരായിട്ട് ഒരു നടപടി, നല്ല ശക്തമായ നടപടി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാലാകാലങ്ങൾ തന്നെ ഗവൺമെൻറ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് വോട്ട് ബാങ്കില്ല. കാരണം തെന്നിയും തെറിച്ച് കിടക്കുന്ന ആദിവാസികൾക്ക് എന്തോ വോട്ട് കിട്ടണം, അത് അവർ ശ്രദ്ധിക്കാറില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് രമേശ് ചെന്നിത്തല അവിടെ ആദിവാസി കോളനി സന്ദർശിച്ചത്. ഇതൊക്കെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി മാത്രമാണ്. ആദിവാസി ഇടയ്ക്ക് ഉരുകൾ ചെന്ന് ഒരു സന്ദർശനം കൊണ്ട് അവർ കാര്യങ്ങൾ എല്ലാം പൂർത്തിയാകുമെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രതീക്ഷയില്ല. ഇതിന് ചെയ്യേണ്ടത് ഇവിടെ ചെയ്യുന്ന ഗവൺമെൻറ് ചില വെൽഫെയർ സ്കീമുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ചില ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട്, തോതിൽ കൊടുക്കുന്നു. പക്ഷേ അത് കംപ്ലീറ്റ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ അടിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിനെതിരായിട്ട് ഇവിടുത്തെ ഈ ഗവൺമെൻറ് എന്തോ നടപടിയെടുത്ത് ആ ഉദ്യോഗസ്ഥന്മാർക്ക് എതിരായിട്ട് എന്തോ നടപടിയെടുത്തു. ആ നടപടി എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും ഒരു അരക്ഷിതാവസ്ഥ ഈ ആദിവാസികൾക്ക് ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഈ ദുരവസ്ഥ പിന്നെ വേറെ സാർ നേരത്തെ പറഞ്ഞ പോലെ 60,000 സ്ക്വയർ കിലോമീറ്ററിൽ ഈ നക്സലേറ്റ് ഈ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം ഉണ്ടെന്നുണ്ട്. പക്ഷേ ഇതാണ് ഈ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരാഴ്ച കൊണ്ട് ഇത് നശിപ്പിക്കാമെന്നുള്ളതേ ഉള്ളൂ. പട്ടാളത്തെ ഇറക്കിയാൽ മതി, ഒരാഴ്ച കൊണ്ട് ബോംബെടുത്തവരെ നശിപ്പിക്കാം. പക്ഷേ ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തെ ജനാധിപത്യ രാഷ്ട്രം അത് ചെയ്യാൻ പറ്റില്ല. അത് വേറൊരു കാര്യം. അത്ര എളുപ്പമാണോ? അത് എളുപ്പം. അതെ, നിങ്ങൾ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ എത്ര കാലമായിട്ട് നമുക്ക് കാശ്മീരിൽ പ്രശ്നമുണ്ട്, എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല? ലോക്കൽ സപ്പോർട്ടുള്ള ഒരു ജനവിഭാഗത്തിൻ്റെ ഇടയിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവന്ന് ബോംബ് ചെയ്യുന്നത്? അല്ല, ഇത് അവിടുത്തെ ജനങ്ങളുടെ പിന്തുണയോടെ കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അല്ല, ജനങ്ങളുടെ ഭൂരിപക്ഷം ജനങ്ങൾ ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ? ഇവിടെ ഇയാളെ പിടിക്കാൻ വേണ്ടി നമ്മുടെ ഇവിടെ കാട്ടുകളനുണ്ടായിരുന്നല്ലോ, വീരപ്പന് എത്ര വർഷം വേണ്ടി വന്നു പിടിക്കാനായിട്ട്? എന്താ കാരണം? വീരപ്പന് അവിടുത്തെ ഗ്രാമങ്ങളിൽ ശക്തമായിട്ടുള്ള സ്വാധീനം ഉണ്ടായി. ആരെങ്കിലും വന്ന ആ നിമിഷം വീരപ്പന് അറിയും. അപ്പോൾ ജനങ്ങളുടെ പിന്തുണയാണ് യഥാർത്ഥത്തിൽ പ്രശ്നം, അല്ലാതെ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമല്ല. മാവോയിസ്റ്റുകളുടെ സാന്നിധ്യത്തിൽ ജനങ്ങളുടെ പിന്തുണ ലഭിക്കുന്നു എന്നുള്ളതാണ്. സാർ, അതാണ് പറഞ്ഞത്. ഈ ഒരുപാട് വിഭവങ്ങളും റിസോഴ്സുകളും ഈ പാവപ്പെട്ട ഈ ട്രൈബൽസിന് വേണ്ടി ഗവൺമെൻറ് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോഴവർ മനം മാറിക്കൊണ്ട് മാത്രമേ അത് സാർ പറഞ്ഞത് ശരിയാണ്, അംഗീകരിക്കാം. മാറിക്കൊണ്ട് മാത്രമേ നടപടി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അതെ. ഇവിടുത്തെ മൊത്തം ഒരു വികാരം ആദിവാസി മേഖലയെ ഈ കാലാകാലങ്ങളിൽ ഭരിച്ച കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും അതിൻ്റെ ഒരു ഇതായിട്ടാണ് മാവോയിസ്റ്റുകൾ അത് മുതലെടുക്കുന്നത് എന്നുള്ളതാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ ആദ്യമായി നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യത്തോട് വിയോജിക്കുകയാണ്. ഒന്ന്, ആദിവാസി മേഖലയിൽ മാവോയിസ്റ്റ് ആധിപത്യം കൂടുതലാണ് എന്ന് പറയുന്നതിനോട് ശക്തമായ വിയോജിപ്പ് എനിക്കുണ്ട്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു നിഗമനമാണ്. ആദിവാസികളെ പ്രയോജനപ്പെടുത്തുകയാണ്, ഉപയോഗിക്കപ്പെടുക. ഇവിടെ ചൂഷണമാണ് നടത്തുന്നത്. ആദിവാസികളുടെ ഒരു സ്വാധീനവും ഈ മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് പുറത്തുനിന്ന് വന്ന് കുറേ ചെറുപ്പക്കാർ ആയിരിക്കണം എന്ന് ഞാൻ ഊഹിക്കുകയാണ്. രണ്ടാമതായി, ആദിവാസി പ്രശ്നവും മാവോയിസവും തമ്മിൽ കൂട്ടിക്കെട്ടുന്നത് തന്നെ ഒരു ശരിയായ ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശരിയായ രീതിയല്ല. ഇവരുടെ പ്രവർത്തന മേഖല ആദിവാസി മേഖല. ഓപ്പറേഷൻ ഏരിയ വളരെ നന്നായി നടത്താൻ കഴിയുന്നതും കാടായതുകൊണ്ടും ഈ പാവപ്പെട്ടവരായതുകൊണ്ടും അവരെ വിരട്ടാൻ കഴിയുന്നത് കൊണ്ടും പോലീസിന് ഒരു ആക്സസ് ഇല്ലാത്തതുകൊണ്ടും ഒക്കെയാണ് അവരുടെ ഏരിയ ഓപ്പറേഷൻസ് അതായിട്ട് എടുക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്
ഈ നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ ഓപ്പറേഷൻസ് ഒക്കെ നടത്തിയിട്ടുള്ളത് മാവോയിസ്റ്റുകളാണോ ഏത് ഗ്രൂപ്പാണ് എന്നുള്ളത് ഗവൺമെൻറ് പോലും വരെ വിളിച്ചത് കൊണ്ടുവന്നിട്ടില്ല. ഇത് തന്നെയാണ് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പല ഭാഗങ്ങളിൽ നടത്തുന്നത്. മാവോയിസത്തിൻ്റെ പേരിൽ ഞാൻ നേരത്തെ പറഞ്ഞു, മാവോയിസത്തിൻ്റെ പേരിൽ അടിച്ചമർത്തലുകൾ നടത്തുന്നു, ഒരുപാട് അടിച്ചമർത്തൽ നടത്തും, പൗരാവകാശം ധ്വംസിക്കപ്പെടുന്നു. കേരളത്തിൽ മാവേലിക്കര 4 ചെറുപ്പക്കാർ ഒരു വീട്ടിൽ നിന്ന് സംസാരിച്ചതിൻ്റെ പേരിൽ മാവോയിസ്റ്റ് എന്ന് പറഞ്ഞ് അവരെ ജയിലിലടക്കുകയുണ്ടായി. UAPA കുറ്റം ചുമത്തുകയുണ്ടായി. ഒരു സ്വിറ്റ്സർലാൻഡ് പൗരൻ ഒരു യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ ആ ചെറുപ്പക്കാരനെ വിസ അടക്കം ക്യാൻസൽ ചെയ്ത് ജയിലിൽ പാർപ്പിക്കുകയുണ്ടായി. ഇത് പൗരാവകാശ ധ്വംസനമാണ്. നേരത്തെ മാവോയിസം എന്ന് പറയുന്നത് മാവോയിസ്റ്റ് ആക്രമണം എന്ന് പറയുന്നത് രണ്ടാണ്. പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ 1940കളിലും 39കളിലും 40കളിലും 48കളിലെല്ലാം 50, 52 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ജയിലിലടയ്ക്കപ്പെട്ടിരുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മതി, ജയിലിലടയ്ക്കും. ഞാൻ രണ്ടിനെയും തമ്മിൽ തുലനം ചെയ്യുകയല്ല. അപ്പോൾ ഓരോ കാലയളവിലും ഭരണകൂടത്തിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പൗരാവകാശങ്ങൾ ധ്വംസിക്കാറുണ്ട്. അതിനെല്ലാം ക്ഷണിച്ചു വരുത്തുന്ന നടപടി, അവിടെയാണ് ഞങ്ങൾക്ക് സോഷ്യൽ ആക്ടിവിസ്റ്റുകൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും മാവോയിസ്റ്റുകളോടുള്ള വൻ എതിർപ്പ്. ഇത്തരം ശക്തികളെ ക്ഷണിച്ചു വരുത്തുന്ന നടപടികളാണ് മാവോയിസ്റ്റുകൾ നടത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ മാവോയിസ്റ്റുകൾക്ക് ഇങ്ങനൊരു സ്പേസ് ഇല്ല, അങ്ങനെ സ്പേസ് ഇല്ല. ഇവിടെ അവർ പറയുന്ന വാദം അനധികൃതമായിട്ട് റിസോർട്ടുകൾ ആദിവാസി മേഖലയിൽ വെക്കുന്നു, ഇതുപോലെ തന്നെ പിന്നെ വനം നശിപ്പിക്കുന്നു, ആദിവാസികൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു, അവർക്ക് വെൽഫെയർ മെഷേഴ്സ് നടപ്പാക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ കന്യകളായിട്ടുള്ള സ്ത്രീകളെ അതിക്രമിച്ച് അവർ എന്താ പറയുക അമ്മമാരാകുന്നതിന് മുമ്പ് അവർ ഗർഭിണികളാക്കുന്നു. ഇങ്ങനെ തുടങ്ങി ഈ എന്താ പറയുക പുറത്തു നിന്ന് വരുന്നവർ ആദിവാസി മേഖലയിൽ നടത്തുന്ന ഇതിനെതിരെയുള്ളൊരു ചെറുത്തുനിൽപ്പെന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. താങ്കൾ പറയുന്നതിനോട് ഞാൻ അതിനൊരു വശം മാത്രമേ യോജിക്കുന്നുള്ളൂ. ഭരണകൂടം എപ്പോഴും രക്ഷകനാണ്, അന്തകനായത്. ഇപ്പോൾ എൻഡോസൾഫാൻ ഏരിയയിൽ മേഖലയിൽ ആരാണ് അവിടെ വിഷം തെളിച്ചത്? സ്റ്റേറ്റാണ് വിഷം തെളിച്ചത്. ജനങ്ങളുടെ രക്ഷകനാകേണ്ടവരാണ്. അവിടെ വരുമ്പോൾ ഏതെങ്കിലും ചെറുപ്പക്കാരൻ വേറെ രീതി ചിന്തിച്ചാൽ തെറ്റില്ല. പ്ലാച്ചിമടയിൽ കൊക്കോള കമ്പനി കൊണ്ടുവന്നു. പ്ലാച്ചിമടയിൽ വലിയ ജനകീയ ആരുടെ കാലത്താണ് ആദ്യമായിട്ട് ഇത് തെളിച്ചത്? അതല്ല ഇപ്പൊ ഒരു സ്വയം വിമർശനപരമായി ഞാൻ ഇതിനൊരു വാദഗതിയായി കൊണ്ടുനടക്കാൻ. അതുകൊണ്ട് എന്റെ എല്ലാ അറിവ് ശരിയാണെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അല്ല ഞാൻ ചോദിക്കാൻ കാര്യം അറിയോ? അല്ല എൻഡോസൾഫാൻ പറഞ്ഞതേ കൃഷ്ണൻ രണ്ട് തിരിച്ച് കോൺട്രഡിക്ഷൻ ഉണ്ടാവുകയാണ്. ആദ്യം പറഞ്ഞ മാവോയിസ്റ്റുകളൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ പറയുന്ന ഇന്നത്തെ വ്യവസ്ഥ ജീർണതയ്ക്കെതിരെയുള്ള ശബ്ദമുയർത്തുന്നു എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ പറഞ്ഞ് വളരെ എൻ്റെ ഉത്തരം വളരെ ക്ലിയറാണ്. ഏതൊരാളിനും ഏത് വിശ്വാസത്തിലും പോകാനുള്ള അവകാശമുണ്ട്. പക്ഷേ നിയമപരമായ ഭരണകൂടം അനുശാസിക്കുന്ന തരത്തിലുള്ള സമരമാർഗങ്ങളും മാത്രമേ നടത്താനുള്ള അവകാശമുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ എവിടെ പോയിട്ട് പിന്നെ പ്ലാച്ചിമടയിലെ കൊക്കോക്കോള കമ്പനിയിൽ ബോംബെറിഞ്ഞ് നശിപ്പിച്ചിരുന്നുവെങ്കിൽ എത്രയോ വേഗത്തിൽ വീണ്ടും കൊക്കോക്കോള ഓപ്പറേഷൻ നടത്താൻ കഴിയുമായിരുന്നു. അവിടെയാണ് പ്രശ്നം. അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഗാന്ധിയനാവാം, നിങ്ങൾക്ക് സംഘപരിവാറിൻ്റെ ആളാകാം, നിങ്ങൾക്ക് അതിൽ വിശ്വസിക്കാം, RSS ആകാം, നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് ആകാം. പക്ഷേ നിലവിലുള്ള നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അക്രമാസക്തമായ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ജനപിന്തുണ നഷ്ടപ്പെടുകയും അതിൽ ഇരയാകുന്നത് തീർച്ചയായും വളരെ പാവപ്പെട്ടവനായിരിക്കും. അതുകൊണ്ട് രക്ഷപ്പെടുന്നത് വളരെ കോർപ്പറേറ്റുകൾ തന്നെയാണ് രക്ഷപ്പെടുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന കാരണം. അതാണ് വളരെ പ്രധാനമായ പ്രശ്നം. അതിനെ ചൂഷണം ചെയ്യാൻ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോളാം. ഇവിടെ ആരും വിശുദ്ധ പശുക്കളാകേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ആദിവാസി പ്രശ്നത്തെ സംബന്ധിച്ചും ഭൂപ്രശ്നത്തെ എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിനൊരു ചർച്ചയ്ക്കെങ്കിലും ഇടയാക്കി എന്നുള്ളത് ഒരു വലിയ കാര്യമല്ലേ? കേരളം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് ഒട്ടനവധി വിഷയങ്ങളുണ്ട് ആദിവാസി ഭൂപ്രശ്നങ്ങളിൽ. ആദിവാസി ഭൂപ്രശ്നം പരിഗണിക്കപ്പെട്ടത് നമ്മുടെ ഈ സഹോദരി പറഞ്ഞതുപോലെ ഒരു കാരുണ്യത്തിൻ്റെ രാഷ്ട്രീയമല്ല, സുസ്ഥിരമായ അവരുടെ വികസനമാണ് പ്രധാന പ്രശ്നം. അവർക്ക് നിങ്ങൾ ഭൂമി കൊടുക്കണം, അവർക്ക് നിങ്ങൾ വനം കൊടുക്കണം, അവർ വനത്തെ സംരക്ഷിക്കും. അവരുടെ ഗ്രാമസഭകൾ തീരുമാനിക്കട്ടെ അവിടുത്തെ വികസനം എന്തായിരിക്കണം എന്നുള്ളത്. അട്ടപ്പാടിയിൽ എങ്ങനെ വികസിക്കണം, കാറ്റാടി ഫാക്ടറി വരണമോ അതോ കാറ്റാടി യന്ത്രങ്ങൾ കൊണ്ടുവരണമോ എന്നുള്ളത് ഗ്രാമസഭകൾ തീരുമാനിക്കട്ടെ. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എഴുതി വെച്ചിട്ടുള്ള പാസ്സാക്കിയിട്ടുള്ള വനാവകാശ നിയമത്തിൽ പറയുന്ന അതനുസരിച്ച് പഞ്ചായത്ത് രാജ് ആക്ടിൽ പറയുന്ന ഗ്രാമസഭകൾക്ക് നിങ്ങൾ പൂർണ്ണമായ അവകാശം കൊടുക്കണം. അവർ സ്വയം നിർണ്ണയിക്കട്ടെ തീരുമാനിക്കാൻ ഉള്ള അവകാശം. അവിടെയാണ് പ്രധാനമായ പ്രശ്നം. അതാണ് ചെയ്യേണ്ടത്. ശിവൻകുട്ടി ഇപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ രണ്ട് സർക്കാരും ഭരിച്ച് അവസാനം വളരെ തിരിക്കുകയാണ് മൂന്നാമതൊരു സർക്കാർ. അവർ ആം ആദ്മി പോലുള്ളൊരു സംവിധാനത്തെ കുറിച്ചാണ് ശിവൻകുട്ടി പ്രതീക്ഷയാണ് BJPയെ കുറിച്ച് പറയുന്നത്. എന്തായാലും BJPയെ കുറിച്ച് ഒരു പറഞ്ഞതുമില്ല. എന്താണ് കേരളത്തിലൊരു ഭരണമാറ്റത്തിൻ്റെ ആവശ്യമുണ്ടോ? കേരളത്തിൽ
ഭരണമാറ്റത്തിൻ്റെ ഒരു വലിയ ആവശ്യം കേരളത്തിലുണ്ട്. അത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനകത്ത് ആ ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് കേരളത്തിൽ നടക്കുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അതനുസരിച്ച് കേരളത്തിലെ ഭരണമാറ്റം കോൺഗ്രസ് മാറിയാൽ ഇടതുപക്ഷം ഇത് ഇവിടെ ഞാൻ എം എൽ എമാരുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറയുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലുണ്ടാകുന്ന ഒരു വലിയ രാഷ്ട്രീയ മാറ്റം കേരളത്തിലുണ്ടാകും. അത് വരാൻ പോകുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകും, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം തന്നെ കേരളത്തിലെ ജനങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്തിലുണ്ടാകുന്ന ഭരണമാറ്റം, ഇപ്പോൾ ജമ്മു കാശ്മീരിൽ മാറ്റം ഉണ്ടായി, ഹരിയാനയിൽ മാറ്റം ഉണ്ടായി, ഏത് സംസ്ഥാനത്തുള്ള മാറ്റവും കേരളത്തിലും പ്രതിഫലിക്കും. കേരളം പോലെയുള്ള സംസ്ഥാനം പ്രതിഫലിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. വലിയ വലിയ മാറ്റങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അവസാനം നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിലയിരുത്തി നോക്കിയാൽ 21% വോട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ളത്. കൂട്ടുകക്ഷിയല്ല, 21%. 21%, 10%, 11% അസംബ്ലി ഇലക്ഷനിലാണ്. അത് വരുന്നു, മാറി വരുന്നു. വിഷയത്തിലേക്ക് മാറുന്നില്ല. ഒരു യാഥാർത്ഥ്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടി ഈ വിഷയം കാണേണ്ടതാണ്. ഈ മാവോയിസ്റ്റ് സാന്നിധ്യം കേരളത്തിൽ വന്നു കഴിഞ്ഞു. ഇത് ഭരണകൂടം വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി അതിനകത്ത് ആശങ്കയുടെ പ്രശ്നമൊന്നുമില്ല. വളരെ വ്യക്തമായി തന്നെയാണ് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ധ്വനി വന്നിട്ടുണ്ട്. പോലീസ് ഇൻ്റലിജൻസ് സംവിധാനം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാവോയിസ്റ്റ് സാന്നിധ്യം കേരളത്തിൽ വന്നു കഴിഞ്ഞു. പക്ഷേ ഇത് പരിഹരിക്കുവാനും ഇത് വളരെ ഭരണരംഗത്ത് വളരെ നയപരവും തന്ത്രപരവുമായ സമീപനത്തിലൂടെ ഇത് പരിഹരിക്കുവാൻ കേരളത്തിൻ്റെ ഭരണകൂടം തയ്യാറാവണം. കാരണം ഇപ്പോൾ സാന്നിധ്യമാണ്, സ്വാധീനമില്ല. ആദിവാസികളുടെ ഇടയിൽ മാവോയിസ്റ്റുകൾക്ക് സ്വാധീനമില്ല. സ്വാധീനമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. സ്വാധീനമുണ്ടാക്കി കഴിഞ്ഞാൽ ഇത് വലിയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സ്ഫോടനാത്മകമായ സാഹചര്യത്തിലേക്ക് പോകും. അത് ഒഴിവാക്കാൻ ഇപ്പോൾ തന്നെ അത്യാധുനിക സംവിധാനങ്ങൾ പോലീസ് സംവിധാനത്തിനുണ്ട്. എന്തുകൊണ്ട് ജനമൈത്രി പോലീസ് വയനാട് ഉണ്ടാവുന്നില്ല? അതുപോലെയുള്ള ഇപ്പോൾ കാട്ടിന് വനത്തിനുള്ളിൽ ക്യാമറ സ്ഥാപിക്കാം. ഇപ്പോൾ കുഞ്ഞോ വനമേഖലയിൽ അവർ വന്നു എന്ന് പറഞ്ഞു. ശരി, ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ വന്ന സ്ഥലങ്ങളിൽ CCTV ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഗവൺമെൻറ്റിന് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഒരു ജനാധിപത്യ ഭരണകൂടത്തിന് ചെയ്യുവാൻ നിരവധി കാര്യങ്ങളുണ്ട്. അതിന് അവസാനമൊന്നുമില്ല. അത് ചെയ്തു തീർക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അത് ഗവൺമെൻറ് ഇടപെട്ടിട്ട് അടിയന്തരമായി വളരെ തന്ത്രപരവും നയപരവുമായ സമീപനത്തിലൂടെ ഈ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം അവസാനിപ്പിക്കണം. ബീഹാറിൽ നിന്ന് ആൾ വരുന്നു, ജാർഖണ്ഡിൽ നിന്ന് ആൾ വരുന്നു, പരിശീലനം കൊടുക്കുന്നു. തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റിന് തെളിവ് ലഭിച്ചിട്ടില്ലെന്ന് ഗവൺമെൻറ്റിന് പറയാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി തിരുവനന്തപുരത്ത് വന്നപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എന്ത് സഹായവും ചെയ്യും കേരള ഗവൺമെൻറ്റിന്, എന്ത് സഹായവും കേരള ഗവൺമെൻറ്റിന് ചെയ്യും. ഇവിടുത്തെ വിഷയം ശബ്ദിക്കുന്നവരെ മാവോയിസ്റ്റുകളൊന്നുമല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി അംഗീകരിച്ചില്ലെങ്കിലും CPM കേരളത്തിലെ വലിയ പാർട്ടിയാണ്, ഇല്ലെന്നൊന്നും പറയണ്ട. CPM കേരളത്തിൽ സമരം നടത്തിയതുപോലെ ഒരു പാർട്ടി നടത്തിയിട്ടില്ല. അതൊന്നും നിങ്ങൾ നിഷേധിക്കേണ്ട. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞോട്ടെ. അതുകൊണ്ട് CPM പോലെ ഞാൻ പറഞ്ഞോട്ടെ CPM കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഞങ്ങളല്ലെന്നൊന്നുമല്ല പറയുന്നത്. അതുകൊണ്ട് ശബ്ദിക്കുന്നവരൊക്കെ തന്നെ മാവോയിസ്റ്റുകളൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്. ഇവിടുത്തെ പ്രശ്നം അതൊന്നുമല്ല. ഇവിടെ ഞങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നു, ഞങ്ങൾ നന്നായിട്ട് സമരം ചെയ്യുന്നു, അതൊന്നുമല്ല. ശബ്ദിക്കുന്നവരുടെ വിഷയമൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ജനാധിപത്യപരമായ അപകടാവസ്ഥയെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയം കാണണം. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അന്യരാജ്യങ്ങൾ വരുന്നു ഞാൻ പറയുന്നില്ല, ആയുധങ്ങളടക്കം കേരളത്തിലേക്ക് വരുന്നു. ഈ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം അന്യ സംസ്ഥാന തൊഴിലാളികൾ ഏതാണ്ട് 25 ലക്ഷത്തെ, അത് ഔദ്യോഗിക കണക്ക്, ചിലപ്പോൾ പക്ഷേ അതിനേക്കാൾ കൂടുതലായിരിക്കാം. ഇവർ ആരൊക്കെ വരുന്നു, ആരൊക്കെ പോകുന്നു, ഇവരുടെ ഇതിനെക്കുറിച്ച് പലതവണ മാധ്യമങ്ങൾ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. മാധ്യമങ്ങളിലൂടെ പലരും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇവരുടെ മുഴുവൻ മറ്റേ പേരുകൾ, അവരുടെ എന്താ പറയുക, വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അവരുടെ കണ്ണിൻ്റെ ഇതും കൈയുടെ വിരൽ അടയാളം എടുത്തു കഴിഞ്ഞാൽ ഇവർ ഭീകരന്മാരുമായിട്ട് ബന്ധപ്പെട്ടവരാണോ എന്ന് തിരിച്ചറിയാനുള്ള സംവിധാനമുണ്ട്. ഇത് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ വരുന്ന സർക്കാരിൻ്റെ രേഖകളിൽ പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ഇന്നും അനധികൃതമായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കണക്കും സർക്കാരിൻ്റെ കയ്യിലില്ല. ഇവിടെ വന്ന ഏതോ ഒരു മോഹൻലാൽ അഭിനയിച്ചൊരു സിനിമയിൽ തന്നെ അതിൻ്റെ പരാമർശ വിഷയം തന്നെ
ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ മറവിൽ എന്താ പറയുക തീവ്രവാദികളായിട്ടുള്ള പ്രവർത്തകർ ഇവിടെ എത്തുന്നതിനെ കുറിച്ചാണ്. ഇതുവരെ ആ തരത്തിലുള്ള നീക്കം നടന്നിട്ടുണ്ടോ? ഇവര് അന്യ സംസ്ഥാനങ്ങളിൽ തൊഴിലാളികൾ വരുമ്പോൾ അതാത് ലോക്കൽ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യാറുണ്ട്. അവർ താമസിക്കുന്ന വീട്ടുടമസ്ഥന്മാർക്ക് പോലീസ് സമൺ ചെയ്ത് വരുത്താറുണ്ട്. മിക്കവാറും എല്ലാ പോലീസ് സ്റ്റേഷനിലും അത്തരം വിവരങ്ങളുണ്ട്. അതല്ല എൻ്റെ വിഷയം. ഈ മാവോയിസ്റ്റുകൾക്ക് ഇദ്ദേഹം പറഞ്ഞതുപോലെ മാവോയിസ്റ്റുകൾക്ക് കേരളത്തിൽ വേരുകൾ ഉണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന ആദിവാസി മേഖലകളിൽ അവർക്ക് പിന്തുണ കിട്ടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കി പോവുകയാണ് എല്ലാ ഭരണകൂടങ്ങളും. ഏത് ഭരണകൂടങ്ങളായിരുന്നാലും കേരളത്തിലെ ഭരണകൂടങ്ങൾ ആദിവാസി മേഖല ഇപ്പോൾ പറഞ്ഞത് ഗവൺമെൻറ് ചെലവഴിച്ച തുകയും അവരുടെ കയ്യിൽ കിട്ടിയ തുകയും തമ്മിൽ പരിശോധിക്കുമ്പോൾ ഗവൺമെൻറ് ശ്രദ്ധിക്കണം, ഗവൺമെൻറ് ചെലവഴിച്ച തുകയും അവരുടെ കയ്യിൽ കിട്ടിയ തുകയും തമ്മിൽ വളരെ അന്തരമുണ്ടാവും. പക്ഷേ അവരുടെ ഭാഗങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കണ്ണടച്ച് ഇരുന്നിട്ട് കാര്യമില്ല. ആദിവാസി ഇപ്പൊ അട്ടപ്പാടിയിൽ പോയിട്ടുള്ള ആളാണ് ഞാൻ. ബഹുമാനപ്പെട്ട സുഹൃത്ത് പറഞ്ഞു രമേശ് ചെന്നിത്തല പോയത് പബ്ലിസിറ്റിക്ക് വേണ്ടി. താങ്കൾ ഒരു ദിവസം പോലും അവിടെ പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ കുടുംബവുമായി പോയിരുന്നത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അദ്ദേഹത്തിന് ഒരു പബ്ലിസിറ്റി കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ ഒരു വാർത്ത കിട്ടണമെങ്കിലോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അതൊന്നും ചെയ്യാതെ ഈ ഒരു കാര്യം ചെയ്തപ്പോൾ നമുക്കാർക്കും ചെയ്യാൻ കഴിയില്ല. നമുക്ക് എല്ലാവരെയും ആക്ഷേപിക്കും. സോഷ്യൽ ആക്ടിവിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വതന്ത്രരാണ്. ആരെ വേണമെങ്കിലും വിമർശിക്കുക എന്നുള്ളതല്ലാതെ അവർക്കൊരു സജഷൻസ് ഇവിടെ മാത്രമല്ല. ഇന്ത്യയിൽ നിങ്ങൾ ആദ്യം പറഞ്ഞ ഒരു കാര്യം, ഇന്ത്യയിൽ മാവോയിസ്റ്റുകൾ 40,000 ചതുരശ്ര കിലോമീറ്റർ കൈയടക്കി വെച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു പോറലേൽപ്പിക്കാൻ ഇന്ന് വരെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം സോഷ്യൽ ആക്ടിവിറ്റീസിന് ഒരു ആദർശമില്ല എന്ന് ഒരു ലക്ഷ്യമില്ല എന്ന് പറയുന്നു. അത് വെറും വിവരക്കേടാണ്. അത് പറയുന്നത് സോഷ്യൽ ആക്ടിവിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സോഷ്യൽ ആക്ടിവിസ്റ്റുകളിൽ ലക്ഷ്യമില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് താങ്കൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. വിമർശനങ്ങൾ നടത്താൻ മാത്രമല്ലാതെ ഒരു സജഷൻസോ നിർദ്ദേശങ്ങളോ ആയിട്ട് വരാനോ ഇല്ല കഴിയുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ 60,000 ചതുരശ്ര കിലോമീറ്റർ കൈയടക്കി വെച്ചിട്ടും അവിടുത്തെ ജനാധിപത്യ പ്രക്രിയയെ തടസ്സപ്പെടുത്താൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന അജിത് ജോഗി ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ റാലിയിൽ തന്നെ അവർ ബോംബ് അവരുടെ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ, അഖിലേന്ത്യാ നേതാക്കന്മാർ തന്നെ കൊല്ലപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് മാവോയിസ്റ്റുകളുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? തോക്കിൻ കീഴിലൂടെ അധികാരം പിടിച്ചെടുക്കുക. അതിന് ഇന്ന് വരെ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയ എവിടെയെങ്കിലും തടസ്സപ്പെടുത്താൻ, ഏതെങ്കിലും സ്ഥലത്ത് തടസ്സപ്പെടുത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? അവിടെയാണ് നമ്മൾ കാണുന്നത് ഭരണകൂടം ശക്തമാണ്. ഏത് ഭരണകൂടമായിരുന്നാലും ഇന്ത്യ ഭരണകൂടം ശക്തമാണ്, അത് ദുർബലമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബിജു, ഇപ്പൊ അദ്ദേഹം പറയുന്നത് മാവോയിസ്റ്റുകളുടെ പ്രസൻസ് ഇത്രയൊക്കെ മേഖലയിൽ ഇന്ത്യയുടെ തരം ഈ സംവിധാനത്തെ ചോദ്യം ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് അവർക്ക് വളരാൻ സാധിച്ചിട്ടില്ല, അവർ പോരേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. താങ്കൾ യോജിക്കുന്നുണ്ടോ? അത് ഒരു പരിധിവരെ ശരിയാണ്. ഇപ്പോൾ വന്ന പ്രശ്നങ്ങളിൽ ഒന്ന് കേരളത്തിലെ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യവും ആദിവാസി പ്രശ്നവും ഒന്നാണെന്ന് കാണുന്നത്. ഇപ്പോൾ 2-3 ആക്രമണം നടന്നു. അവിടെ ഒന്നും ആദിവാസികളല്ല. അവിടെ എന്താ അവർ ആക്രമണം നടത്തിക്കൊണ്ട് പറഞ്ഞത്? അല്ലെങ്കിൽ ആ മേഖലയിലുള്ള ഇവിടെ വന്ന ചർച്ചയിൽ ഒറ്റ കേസ് ഇന്റർവെൻഷൻ ആദിവാസി പ്രശ്നങ്ങളുടെ പേരിലാണ് നടക്കുന്നതെന്നല്ല, ആദിവാസി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങളെ മുതലെടുക്കാൻ വേണ്ടിയാണ് മാവോയിസ്റ്റുകൾ ഇവിടെ വരുന്നത്. പ്രശ്നമില്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു സജീവ സാന്നിധ്യമാവാൻ പറ്റില്ല. ആദിവാസി മേഖലയിൽ അവർ ഇടപെടാൻ സാധ്യതയുണ്ട്. മറ്റ് സാമ്പത്തികമായി പിന്നോക്കം ഈ ആഗോളവൽക്കരണ നയത്തിന്റെ ഭാഗമായി സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അതോടൊപ്പം തന്നെ സാഹസികമായി ചിന്തിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. കാരണം ഇത് മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പോവുക, 1,76,000 1,68,000 കൂടി ഇത് കൊള്ളയടിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഈ കോർപ്പറേറ്റുകൾക്ക് ഈ ഭരണകൂടം കൊള്ളയടിക്കാൻ അവസരം കൊടുക്കുകയാണ്. ഇതിനെതിരെ സാഹസികമായി ചിന്തിക്കുന്ന ഒരു ചെറു ന്യൂനപക്ഷമുണ്ട്. അതാണ് നമ്മൾ പാലക്കാടും ഈ എറണാകുളത്തൊക്കെ കണ്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് തന്നെ, ഇടതുപക്ഷം ഒന്ന് തന്നെ, വലതുപക്ഷം ഒന്ന്, അതിപ്പോൾ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത്തരം പ്രശ്നങ്ങളെ നമ്മൾ വസ്തുനിഷ്ഠമായി പരിശോധിക്കണം. ഇപ്പോൾ വനാവകാശ നിയമം കൊണ്ടുവന്നു. ആരുടെ പിന്തുണയോടുകൂടി ഭരിക്കപ്പോഴാണ് അത് കൊണ്ടുവന്നത്? കേരളത്തിൽ ആദിവാസികളുടെ ഭൂമി, അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ അവർക്ക് പകരം ഭൂമി നൽകാൻ ആരാ തീരുമാനമെടുത്തത്? ആരാ ഈ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയത്?
ഇന്ത്യ മുഴുവൻ ഭരിച്ച പാർട്ടിയല്ലേ കോൺഗ്രസ്. ഇന്ത്യ മുഴുവൻ ഭരിച്ച പാർട്ടി. ഞങ്ങൾ കൊടുത്തില്ലേ 30,000 ഏക്കർ ഭൂമി കൊടുത്തിട്ടുണ്ട്. 30,000 ഏക്കർ ഭൂമി കൊടുത്തിട്ടുണ്ട്. ആദിവാസി ക്ഷേമ സമിതി ഏറ്റവും അധികം. ഇപ്പം നിങ്ങൾ പറയുന്നത് പോലെ CK ജാനു നടത്തുന്ന സമരം മാത്രമല്ല സമരം, ചെങ്ങറ സമരം മാത്രമല്ല സമരം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ കാണിച്ചു തരാം. തിരുവനന്തപുരത്ത് സമരം നടക്കുന്നുണ്ട്. ഏക്കർ കണക്കിന് ഭൂമിയിൽ ആദിവാസികൾ കുടിൽ കെട്ടി ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ വയനാട് സമരം നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും സമരം നടക്കുന്നുണ്ട്. എല്ലാം ഒന്നല്ല, എല്ലാം ഒന്നെന്ന് പറയാം. അവരും ശരി തന്നെ, അവരും ശരി തന്നെ. അതിപ്പോൾ ഒരു ഫാഷനായി മാറി. ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷ ജനാധിപത്യത്തിന് 5 വർഷം ഭരിച്ചു. നിങ്ങൾ പറ, ഇത്ര ആദിവാസി ഊരുകൾ ഇത്ര ആൾ മരിച്ചു. ശിശുമരണ റിപ്പോർട്ട് ചെയ്തില്ല, ഇപ്പോഴല്ലേ ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞത് അല്ല, ഞാൻ പറഞ്ഞോട്ടെ നിങ്ങളിരിക്കും അങ്ങനെ ഞാൻ പറഞ്ഞോട്ടെ എനിക്ക് പഠിച്ചിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നത് പറഞ്ഞോട്ടെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 5 വർഷക്കാലം കേരളത്തിൽ ഭരിച്ചു. ഈ അട്ടപ്പാടി നവജാത ശിശുക്കളുടെ മരണവുമായി ബന്ധപ്പെട്ട് എത്ര വാർത്തയെ പുറത്തു വന്നത്? ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കപ്പെടല്ലേ വാർത്ത പുറത്തു വരുന്നത്. ഈ ജനകീയ ആസൂത്രണം നടപ്പിലാക്കി ഈ ഊരുകൂട്ടം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. ആരാ തീരുമാനിച്ചത്? കോൺഗ്രസ്സാ? CK ജാനുവിൻ്റെ സംഘടനയാണ്. അവർ നടത്തിയ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇടതുപക്ഷ ഗവൺമെൻറ്റല്ലേ തീരുമാനിച്ചത്. ജനകീയ ആസൂത്രണത്തിൻ്റെ ഭാഗമായി ആദിവാസി മേഖലയിൽ അതിൻ്റെ ഗുണം കിട്ടുന്നില്ല. അതുകൊണ്ട് ഊരുകൂട്ടം ഉണ്ടാക്കണം, ഊരുകൂട്ടത്തിന് പൈസ കൊടുക്കണം, അതിനകത്ത് അവരെ കൂടി പങ്കാളികളായിക്കൊണ്ട് അവിടുത്തെ വികസന പ്രവർത്തനം ആരാ നടത്തിയത്? ഇപ്പോൾ ആദിവാസികൾ 17 പേര് മരിച്ചു, 17 നവജാതി ശിശുക്കൾ മരിച്ചു അട്ടപ്പാടിയിൽ. ആരാ അവിടെ പോയി സമരം നടത്തിയത്? ഇത് ഒരു തെറ്റായ വ്യാഖ്യാനമാണ് പറയുന്നത്. ഇടതുപക്ഷ സമരം നടത്തുമ്പോൾ ഗവൺമെന്റ് ഒത്തുതീർപ്പിന് വിളിക്കുന്നു. ഈ ഭൂസമരവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സമരം നടത്തുന്നുണ്ട് കേരളത്തിൽ. ഇപ്പൊ ഇന്നലെ ഞാൻ കണ്ടു CPM-ന്റെ വയനാട് ജില്ലാ സെക്രട്ടറിയുടെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു. ഞങ്ങൾ ഹാരിസൺ ഭൂമി, ആ ഭൂമി 32,000 ഏക്കർ 1 സെന്റ് പോലും അവർക്ക് അവകാശപ്പെട്ടില്ല. ഞങ്ങൾ നാളെ അടുത്ത ആഴ്ച മുതൽ അങ്ങോട്ട് സമരത്തിന് പോകും. അപ്പോൾ ആദിവാസികൾക്ക് ഭൂമി നൽകുന്നതുമായി ബന്ധപ്പെട്ടും മറ്റു മേഖലയിലെ പ്രശ്നങ്ങൾ, നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ ഉടമസ്ഥാവകാശം ഞങ്ങൾ ചിലർക്കാണ്. അതുമാത്രം സമരമാണ്, മറ്റൊന്നും സമരമല്ല. ഇടതുപക്ഷം ഒരുപോലെ തന്നെ, കോൺഗ്രസ് ഒരുപോലെ തന്നെ. കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇവിടെ നടക്കുന്നത്. ത്രിപുര ഒരു ട്രൈബൽ സ്റ്റേറ്റ് അല്ലേ, ഇടതുപക്ഷമല്ലേ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഇപ്പോഴും 67% വോട്ടിൻ്റെ ജനങ്ങളുടെ പിന്തുണ നേടി ഞങ്ങൾ അധികാരത്തിലേറിയില്ലേ? അപ്പം പരിമിതികൾ ചൂണ്ടിക്കാണിക്കാം, പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാം. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ ട്രൈബൽ സ്റ്റേറ്റ് അല്ലേ, പക്ഷെ 67% വോട്ടിന്റെ ഭൂരിപക്ഷം കേരളത്തിൽ ട്രൈബൽസ് ഉള്ള മേഖലകളിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വയനാട് ഒരു സീറ്റില്ല. തിരുവനന്തപുരം പോയിക്കാൽ ഇടതുപക്ഷം ആദിവാസികൾക്ക് വേണ്ടി ഇത്രയും ചെയ്തു. അവിടെ ഒന്നും തെരഞ്ഞെടുപ്പുകൾ പോലും അല്ല, താങ്കൾ സംസാരിക്കുന്ന മുമ്പ് താങ്കൾ ബിജു സംസാരിക്കുമ്പോൾ വളരെ വൈകാരികമായിട്ട് ചാടി എന്നിട്ട് സംസാരിച്ചു. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഭൂപരിഷ്കരണ നിയമം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി കേരളത്തിൽ നടപ്പാക്കിയതിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഒരു പരിധിവരെ പങ്കില്ലേ? ഗൗരി അമ്മയും VR കൃഷ്ണയ്യരും അടക്കമുള്ള ഒന്നും കൂടെ കേട്ടോ, 25,278 ആദിവാസി കുടുംബങ്ങൾക്കാണ് 1996 LDF ഗവൺമെന്റ് 1 ഏക്കർ ഭൂമി വെച്ച് നൽകാൻ തീരുമാനിച്ചു. കണക്കുണ്ട്. 5 ഏക്കർ ഭൂമിയാണ് കൊടുത്തത്. ആറളം എസ്റ്റേറ്റ് ഭൂമി പിടിച്ചെടുത്ത് കൊടുക്കുകയാണ്. അതിനുവേണ്ടി പ്രത്യേക നിയമം ഉണ്ടാക്കിയാണ് കൊടുത്തത്. ഞാൻ പറയട്ടെ, ഇന്നത്തെ ഈ വിഷയത്തെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഈ ആദിവാസി എന്ന് പറയുന്ന ആ മനുഷ്യരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് 1950 ജാനുവരി 26-ന് ശേഷം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത് വലത് മുന്നണികളാണ്. ഇരു മുന്നണികളും അങ്ങനേതാണ്. 1975 KR ഗൗരിയമ്മ കൊണ്ടുവന്ന ഒരു ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഭൂമി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അതേ ഗൗരിയമ്മ തന്നെ ഇന്നലെ കാലത്തും അല്ലെങ്കിൽ മിനഞ്ഞോന്ന് പറഞ്ഞിരിക്കുന്നത് ആർക്കാ ഭൂമി കൊടുക്കാൻ ഇവിടെ അധികാരമുള്ളത്? അതൊന്നും നടപ്പിലാക്കാത്ത കാര്യമാണ്. ഈ കഴിഞ്ഞ LDF-ൻ്റെ ഭരണകാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഈ ദരിദ്ര മേഖലകളെ, അതായത് ആദിവാസികളെ നിങ്ങൾ പറയാം, ഞാൻ പറയത്തില്ല അങ്ങനെ, ആ മേഖലയിൽ ചൂഷണം ചെയ്ത് ഇടതുപക്ഷ ഗവൺമെൻറ് ഇരുന്നപ്പോഴാണ് അവർ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്തത്. അവിടെ ഈ മരണം നടന്നത് ഏറ്റവും കൂടുതൽ അവിടെ നിന്നാണ്. ഈ കോട്ടൂർ എന്ന ഭാഗത്ത് ഞാൻ നേരിട്ട് പോയിട്ടുള്ളതാണ്. അവിടുത്തെ മനുഷ്യർക്ക് ആ ഫോറസ്റ്റുകാരെ കൊണ്ട് ഇടതുപക്ഷത്തിലെ സഹാക്കൾക്ക് അവിടെ കയറിയിട്ട് അവർക്ക് അന്തിക്ക് എന്തെങ്കിലും ആഹാരം പാകം ചെയ്യാനുള്ള വിറയെടുക്കുന്നതിനുള്ള പോലും അനുവാദം കൊടുത്തിട്ടില്ല. നെടുമങ്ങാട് വിതിരയിൽ സ്വന്തം പറമ്പിൽ നിന്ന് ഒരു ഭൂമി കുറിച്ചതിന് വനത്തിക്കരി വെട്ടിയെന്ന് പറഞ്ഞ് കേസെടുപ്പിച്ച സഹാക്കളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേപോലെ
ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേപോലെ ഈ ഭൂമിയിലെ ഒരു വിഭാഗം ജനത്തിനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ചൂഷണത്തിൻ്റെ അതിഭയങ്കരമായ ഒരു വരവാണ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ BJP കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നതാണ് എൻ്റെ അഭിപ്രായം. അത്തരത്തിൽ ഈ ചൂഷണത്തിൽ നിന്നും എല്ലാ രാഷ്ട്രീയക്കാരും മാവോയിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞില്ല. മാവോയിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം മാവോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഭാവം ഇല്ല. ഐ എം എ ബുദ്ധിസ്റ്റ്. മാവോയിസ്റ്റ് എന്ന് പറയുമ്പോൾ മാവോയിസ്റ്റ് ചിന്തിക്കുന്ന ആളത്രേ ഉള്ളൂ. മാവോയിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മാവോയിസ്റ്റ്? അങ്ങനെ ആരും ഇല്ലാന്ന് സർക്കാർ പറയുന്നു. പിന്നെ എനിക്ക് പറയാൻ പറ്റുമോ? അപ്പൊ സർക്കാരെ നിഷേധിക്കുന്ന മാവോയിസ്റ്റ്. പക്ഷേ ഒരു അടിച്ചമർത്തപ്പെട്ട ജനതയുടെ, എല്ലാം നശിക്കപ്പെട്ട ജനത്തിൻ്റെ, എല്ലാം ചൂഷണം ചെയ്യപ്പെട്ട ജനത്തിനിടയ്ക്കേക്ക് അറിവ് വിവരമുള്ള ചെറുപ്പക്കാർ കടന്നു ചെല്ലുന്നു, അവരെ ബോധവൽക്കരിക്കുന്നു. അവരെ പിടിച്ച് മാവോയിസ്റ്റ് എന്ന് ഭരണകൂടവും പോലീസും ഈ കപട രാഷ്ട്രീയക്കാരും മുദ്രകുത്തി അവരെ ജയിലിലടയ്ക്കുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാവോയിസ്റ്റുകളില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം. മാവോയിസ്റ്റുകളില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ മാവോയിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവോയിസം എന്ന് പറയുമ്പോൾ ഉള്ളിലൂടെ അല്ല, അവർ ഭൂമി പിടിച്ചെടുക്കുക എന്നാണോ ലക്ഷ്യം? ഭൂമിയും ഭരണവും അതാണ് ലക്ഷ്യം. അതിന്റെ ഒരു അലയടി കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ മാവോയിസ്റ്റുകളോട് ചെറിയ ഒരു ആഭിമുഖ്യമുണ്ട്. മാവോയിസ്റ്റുകളോട് ചെറിയ ആഭിമുഖ്യം തന്നെയല്ല, പാവപ്പെട്ടവന് ഭൂമി കിട്ടുന്നതിന്, കിടപ്പാടം കിട്ടുന്നതിന്, അവന് അന്തി ഉറങ്ങാൻ ഇടം കിട്ടുന്നതിന് ആര് സമരം ചെയ്യുന്നുവോ അവരോട് എക്കാലത്തും ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തന നിലയ്ക്ക് ഞാനും അപ്പോൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അല്ല, ഒരു കാര്യം ഒറ്റ കാര്യം, താങ്കൾ ബുദ്ധിസ്റ്റാണ് എന്ന് പറഞ്ഞു. ബുദ്ധിസത്തിന്റെ ഏറ്റവും വലിയതെന്ന് പറയുന്നത് അക്രമത്തിനെതിരായിട്ടാണ്. അഹിംസയാണ്. ഒരാളെ പോലും അഹിംസയാണ് പരമലക്ഷ്യം. അപ്പൊ എങ്ങനെയാണ് ഒരു മാവോയിസ്റ്റിനോട് താങ്കൾക്ക് ഒരു മാവോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും ഇവിടെ മാവോയിസ്റ്റ് എന്ന അർത്ഥത്തിൽ, ഒരു മാവോയിസ്റ്റ് എന്ന അർത്ഥത്തിൽ കേരളത്തിൽ ആരും അക്രമം കാണിച്ചിട്ടില്ല, അഹിംസ കാണിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ വാർത്തയില്ല. ഫോറസ്റ്റുകാർ എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ പെണിയാളുകളാണ്. അവരുമായിട്ട് ഏറ്റുമുട്ടിയതല്ല, ഏറ്റുമുട്ടൽ വ്യാജ ഏറ്റുമുട്ടലാണ്. ഒറിജിനലി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടില്ല കേരളത്തില്. ഇതെല്ലാം വ്യാജമാണ്. എല്ലാം വ്യാജമാണ്. അങ്ങനെ അവസാനം ഒരു മാവോയിസ്റ്റുകൾ അനുകൂലിക്കുന്ന ഒരാളെ കണ്ടെത്തി. എൻ്റെ പേര് PV സുലൈമാൻ റാവുത്തർ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന് പറയാം. ആദിവാസികൾ കാടിൻ്റെ മക്കളാണ്. അവർ കായികനികൾ തിന്ന് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്ന് സാധാരണ മനുഷ്യർക്ക് തുല്യമാക്കേണ്ടത് ഭരണകൂടത്തിൻ്റെയും നമ്മുടെ ഗവൺമെൻറ്റെയും ഓരോ പൗരൻ്റെയും കടമയാണ്. നമ്മുടെ ഗവൺമെൻറ്, എല്ലാ ഗവൺമെൻറ്റും മാറി മാറി വരുന്ന ഗവൺമെൻറ് എല്ലാം പല രീതിയിലുള്ള സഹായം ആദിവാസികളുടെ പുരോഗതിക്ക് വേണ്ടി ചെയ്യും. വിദ്യാഭ്യാസപരമായി, ആരോഗ്യപരമായി, സാമൂഹികമായി പുരോഗതിക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇടത്തട്ടുകാരായ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ തട്ടിപ്പറിച്ചുകൊണ്ട് പോയ ധാരാളം ഉദാഹരണങ്ങളും നമുക്കറിവുണ്ട്. പക്ഷേ അവരെ നിയന്ത്രിക്കേണ്ട ഗവൺമെൻറ് ആവശ്യമാണ്. അത് ഗവൺമെൻറ് ചെയ്യണം, അത് ഭരണകൂടം ചെയ്യേണ്ടത് ഒരാവശ്യമാണ്. രണ്ടാമത്, ആദിവാസി മേഖലയിലെ വിദ്യാഭ്യാസ പുരോഗതി നൽകണം. ആദിവാസികളൊന്നും അത്ര മണ്ടന്മാരൊന്നുമല്ല. ചില കണ്ട മൂക്ക് പതുങ്ങിയതോ ചുരുണ്ട മുടിക്കാരോ അപ്പിയറൻസിൽ മോശമായി കണ്ടെങ്കിലും അവരെ എല്ലാവരും അങ്ങനെ പൊതുവേ അവരെ മണ്ടന്മാരായി കാണുന്നത്. ഞാൻ വയനാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഓഫീസിൽ ഒരു ആദിവാസി പെൺകുട്ടിയാണ്. ഡിഗ്രി പാസ്സായി കഴിഞ്ഞാൽ ഓഫീസ് സ്റ്റാഫായിട്ട് വന്നതാണ്. സുന്ദരിയും ആയിരുന്നു, സമർത്ഥയുമായിരുന്നു. അപ്പോൾ ആദിവാസത്തെ പറ്റിയുള്ള ധാരണ തന്നെ മാറ്റുവാൻ ഒരു പെൺകുട്ടിക്ക് പോലും സാധിച്ചു എന്നുള്ളതാണ് ഞാൻ സന്തോഷത്തോടെ പറയുന്നത്. ഈ ആദിവാസികളെ കുറിച്ച്, കോംപ്ലക്സിനെ കുറിച്ച് തെറ്റിദ്ധാരണ ധരിക്കരുത്. കുറിച്യർ എന്നൊക്കെ പറയുന്നത് വളരെ സുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള ആൾക്കാരാണ്. ആദിവാസികൾക്കിടയിൽ നാട്ടുകാരേക്കാൾ വളരെ സുന്ദരന്മാരായിട്ടുള്ള ആൾക്കാരും സുന്ദരിമാരും ഉണ്ട്. ഒരിക്കലും അവരുടെ കോംപ്ലക്സിനെ കുറിച്ച് നമ്മൾ ഒരു തരത്തിൽ അങ്ങനെ ഒരു ഞാൻ പറഞ്ഞു ഒരു വിഭാഗമാണ് സാർ, ഒരു വിഭാഗത്തെ പറ്റിയാണ് പറഞ്ഞത്. സുൽത്താൻ സുൽത്താൻ ബത്തേരി ഞാൻ വർക്ക് ചെയ്യുമ്പോൾ സാർ, സുൽത്താൻ ബത്തേരി വർക്ക് ചെയ്യുമ്പോൾ ആദിവാസി ഗ്രൂപ്പായിട്ട് ടൗണിലേക്ക് വരികയും അവരുടെ അപ്പിയറൻസ് കുറച്ച് പിന്നോക്കമായിരുന്നു. അപ്പോൾ ഇവരുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആവശ്യമാണ്. ഈ മാവോയിസ്റ്റ് അവിടെ വരുന്നു എന്നുള്ളത് പിന്നോക്ക വിഭാഗങ്ങളിലോ അസസ്യ വിഭാഗങ്ങളോ താഴേക്കുള്ള സാമൂഹികമായി വിദ്യാഭ്യാസപരമായി സാമ്പത്തികമായി പിന്നോക്കം വരുന്ന വിഭാഗങ്ങളിലേക്ക് കടന്നാണ് ഇവർക്ക് സ്വാധീനം ചെലുത്താൻ എളുപ്പം സാധിക്കും. സമ്പന്ന വിഭാഗങ്ങൾക്ക് വന്നാൽ മാവോയിസ്റ്റ് ഒന്നും വലിയ അവിടെ ലാൻഡ് ചെയ്യാൻ സാധിക്കില്ല. പഴയ കാലങ്ങളിൽ നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടികൾ വളർന്നത് എങ്ങനെയാണ്? ഹരിജൻ കോളനികളും ഗിരിജൻ കോളനികളൊക്കെ പോയി പ്രവർത്തിച്ചാണ് നിർത്തിയിരിക്കുന്നു. പക്ഷേ അങ്ങനെ താഴേക്കിടയിൽ പ്രവർത്തിച്ചാണ് ഓരോ പാർട്ടി ഉയർന്നത്. മാവോവാദികളും അത് തന്നെയാണ് അവർ എയിം. പക്ഷേ ഇതിനെന്ത് ചെയ്യേണ്ട? ഭരണകൂടം അവരെ അടിച്ചമർത്തണം. നക്സലൈസിനെ അടിച്ചമർത്തിയില്ലേ, അതേ രീതിയിൽ തന്നെ നമ്മൾ മാവോയിസ്റ്റിനെയും അടിച്ചമർത്തണം. കേരളത്തിൽ അത് ആവശ്യമാണ്. രണ്ടാമത്, നക്സലൈസിലെ അന്നത്തെ നേതാക്കൾ അജിതയും നമ്മുടെ ഫിലിപ്പം പ്രസാദ് മുതലായ നേതാക്കൾ ഇന്ന് നല്ല ഒന്നാന്തര സാമൂഹ്യ പ്രവർത്തകർ മാറിയിരിക്കുകയാണ്.
ഫിലിപ്പൻ പ്രസാദ് നല്ലൊരു അഡ്വക്കേറ്റാണ്. വേണ്ടവരെ മനമാറ്റം വരുത്തി അവരെ മനമാറ്റം പ്രവർത്തകരാക്കിയാണ്. അതെ, അടിച്ചമർത്തിയിട്ട് വേണം മനമാറ്റം വരുത്തി. അവരെ ആക്രമിക്കാനുള്ള അവസരം നൽകാൻ പാടുള്ളതല്ല. എൻ്റെ പേര് സുനിൽ കല്ലമ്പള്ളി. ഈ നാട്ടിൽ തന്നെ നമുക്കൊരു ചൊല്ലുണ്ട്, അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്നുള്ള ഒരു ചൊല്ല് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. നമ്മൾ ഈ സാധാരണ ഇതിനകത്ത് മാവോയിസ്റ്റുകളെന്ന് എല്ലാവരും മുദ്രകുത്തപ്പെടുന്നത് എല്ലാം ഈ ചെറുപ്പക്കാരെന്നുള്ള നിലയിലാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഞാൻ ഈ ഒരുപാട് പേരെടുത്ത് ഈ വാർത്തകൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ മാവോയിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പലരും അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, മാവോയിസ്റ്റുകൾ വന്നത് അവർ സ്വയമേ ഉദ്ദേശത്തോടുകൂടി അല്ല. അവർ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമ്മൾക്ക് അറിയാമെന്നുള്ളതാണ്. ഈ കാലാകാലങ്ങളിൽ വരുന്ന ഭരണകൂടങ്ങൾ നമുക്കൊരു ചൊല്ലുണ്ട്, മോഹനസുന്ദര വാഗ്ദാനങ്ങൾ തരും, തേന് തരാം, പാല് തരാം എന്നെല്ലാം പറഞ്ഞിട്ട് അവരിവിടെ വരുന്ന എന്താ ചെയ്യുന്നത്? ഈ വിഭാഗങ്ങളെ, ഏറ്റവും താഴ്ന്ന വിഭാഗങ്ങളെ എന്തെങ്കിലും ഇവരാരെങ്കിലും ഒന്ന് മാനിക്കുന്നുണ്ടോ? ഇല്ല. അതിവിടെ വരപ്പോൾ അവിടെ എങ്ങനെ പ്രതികരിക്കണം? അതിനിപ്പോൾ മാവോയിസ്റ്റ് എന്നോ ഏത് രീതിയിലുള്ള പേരിട്ടിരുന്നെന്ന് പറഞ്ഞിട്ട് ഒരു കഥയുമില്ല. നമുക്ക് ഈ കഴിഞ്ഞ ഒരു വലിയ തെരഞ്ഞെടുപ്പ് തന്നെ കഴിഞ്ഞു പോയിട്ട് നമ്മൾ ഈ ജനങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്നത് നമ്മൾ മുന്നിലുള്ളതല്ലേ. ഈ കാലാകാലങ്ങളിൽ ചില ഭരണകൂടങ്ങൾ വരുമ്പോൾ മാത്രം എന്താണ് ഇവിടെ മാവോയിസ്റ്റ് വരുന്നു എന്നുള്ളത്. ഇത് തന്നെയാണ് സാധാരണ ജനങ്ങൾക്കോ ഈ ആദിവാസികൾക്കോ താമസിക്കുവാനോ അവർക്കുള്ള സൗകര്യങ്ങളോ ഇവിടെ സൗകര്യപ്പെടുത്തി കൊടുക്കാൻ ഒരു ഭരണകൂടങ്ങളും തയ്യാറാവാത്തതിൻ്റെ പേരിൽ തന്നെയാണ് മാവോയിസ്റ്റുകൾ ഇവിടെ വരുന്നത്. വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ അടുത്ത സമയത്ത് ചില സമരങ്ങൾ നടന്നു കഴിഞ്ഞു. അപ്പോഴവർ പറഞ്ഞു ഈ സമരം നീണ്ടു പോകുന്ന എന്താണെന്ന് ചോദിച്ചപ്പോൾ പലരും പറഞ്ഞത് എന്താണെന്ന് പറയും, കഴിഞ്ഞ കാലങ്ങളിലുള്ള സർക്കാർ, ഇടതുപക്ഷ സർക്കാരൊക്കെ അവർക്ക് കൊടുത്ത ഭൂമികൾ ഇവിടുത്തെ സമ്പന്നന്മാർക്ക് വിറ്റു എന്നാണ് പറയുന്നത്. എന്താ ഒരു നിയമത്തിൽ കൂടി അവർക്ക് കൊടുക്കുന്ന ഭൂമി കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്ന് ഇവിടെ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നൂടെ? അങ്ങനെ കൊണ്ടുവന്നിട്ട് കൊടുത്തുവെങ്കിൽ ഈ ഒരു ഇത്തരത്തിൽ ഇത് ഇവർക്ക് ഒരു പ്രത്യേകതരം വിഭാഗമാണെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഇവിടെ ഈ അതിനെതിരെ ഒരു പ്രതികരണം വരുമ്പോൾ ഇങ്ങനെ ഇത് കണക്കുള്ള സമ്പന്നന്മാർക്ക് വേണ്ടി ഒരു ഭരണകൂടം നിൽക്കുമ്പോൾ മാവോയിസ്റ്റുകൾ ഈ രാജ്യത്ത് ഉടലെടുക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. എൻ്റെ പേര് വാസുദേവൻ. കേരളത്തിൽ യഥാർത്ഥത്തിൽ യാതൊരു മാവോയിസ്റ്റ് ഭീഷണിയും ഇല്ല. അതിൻ്റെ പേരിൽ ഭരണകൂടം ഇവിടെ വമ്പിച്ച അഴിമതിയും ധൂർത്തും നടത്തുകയാണ്. കോടിക്കണക്കിന് രൂപ സർക്കാർ സംവിധാനങ്ങൾ എടുത്ത് ഇതുപോലെ ഓപ്പറേഷൻ കുബേര എന്ന പേരിൽ ഞാൻ തന്നെ കൊടുത്ത 100 കണക്കിന് ബ്ലേഡ് സെല്ല് ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ബ്ലേഡ് സെല്ല് കാര്യക്ഷമമാക്കാതെ ഇവിടെ വ്യാപകമായിട്ട് പബ്ലിസിറ്റി മാത്രം നടത്തി, മസ്കറ്റ് ഹോട്ടലിൽ സെമിനാറും നടത്തി, അവിടെ വെച്ച് ഞാൻ ആഭ്യന്തരമന്ത്രിയുടെ കയ്യിൽ നേരിട്ട് പരാതി കൊടുത്താണ്. വേറൊരു കഷണി തലയിൽ IG യുടെ കയ്യിൽ പരാതി കൊടുത്തു. യാതൊരു നടപടിയും എടുത്തില്ല. അപ്പോൾ വമ്പിച്ച ഭരണകൂട അഴിമതിയാണ് ഇവിടെ നടക്കുന്നത്. യാതൊരു സൂരജിനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തച്ചങ്കരിയെ ADGP ആക്കുക, തച്ചങ്കരിയെ ADGP ആക്കിക്കൊണ്ട് തച്ചങ്കരിയുടെ കയ്യിൽ നിന്നും റിയാന്റെ കള്ളപ്പണം ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ട് ഭരണകൂടം നടത്തുന്ന വമ്പിച്ച അതിക്രമങ്ങളും കൊള്ളകളും മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ യാതൊരു മാവോയിസ്റ്റ് ഭീഷണിയില്ല. ഈ വമ്പിച്ച ആദിവാസികളുടെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്നും തുരത്തി വമ്പിച്ച തോതിൽ അട്ടപ്പാടിയിൽ അവരുടെ ശിശുക്കളെ കൂട്ടമരണത്തിന്, കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കുന്ന നിഷ്കരുണമായ കതറിൽ പൊതിഞ്ഞ തേച്ചുടപ്പിട്ട് ചോക്ലേറ്റ് ബോയ്കളായി നടക്കുന്ന മന്ത്രിമാരുടെ കുറ്റകരമായ ക്രിമിനൽ കുറ്റങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് അനിൽകുമാർ. ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ അമിതാഭ് ബച്ചനെ കുറിച്ച് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ക്ഷുഭിതനായ ചെറുപ്പക്കാരൻ, ആംഗ്രി യങ് മാൻ. അപ്പോൾ ഇവിടെ നമ്മൾ പൊതുവെ കാണുന്നത്, ഇവിടെ സാമൂഹ്യ പ്രവർത്തകരും നോക്കുമ്പോൾ പൊതുവിൽ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരും ഒറ്റ രാഷ്ട്രീയക്കാരനെ മാറ്റി നിർത്തി പറയുകയല്ല, ഈ ജനങ്ങൾ മുഴുവനും വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, വാസ്തവം ആണ്. പക്ഷേ എന്നാൽ ജനങ്ങൾ ഉള്ളാലെ വെറുക്കുകയാണ് ഈ രാഷ്ട്രീയക്കാരെ. ഇവിടുത്തെ വെറുക്കുകയാണ് ജനങ്ങൾ മുഴുവനും. അപ്പോൾ ഇവിടെ ഈ ഒരു വിഷയത്തിനകത്ത് മാവോയിസവും ആദിവാസികളുടെ ഈ രണ്ട് വിഷയം തന്നെ ഒരു വളരെ പ്രസക്തിയുള്ള കാര്യങ്ങളാണ്. മാവോയിസം ഇവിടുത്തെ ആദിവാസികൾ ഈ കേരളത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ടിട്ടുള്ള ജനവിഭാഗം. അവിടെ നല്ല വളക്കൂറുള്ള മണ്ണാണ് എന്ന് തിരിച്ചറിവോടുകൂടി തീർച്ചയായിട്ടും ലോകത്തിൻ്റെ പലതരത്തിലുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ പറയുന്ന മാവോവാദികൾക്ക് മാത്രം ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഇവിടെ ശ്രീലങ്കയിലുണ്ടായിരുന്ന പ്രഭാകരൻ്റെ ആൾക്കാരും മാവോവാദികളും തമ്മിൽ ടൈപ്പിന് വേണ്ടി ശ്രമിച്ചിരുന്നു, പല ന്യൂസുകളുണ്ടായിരുന്നു. അതുപോലെ പലതരത്തിലുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, നമ്മുടെ രാജ്യത്തിനെ നശിപ്പിക്കാൻ താല്പര്യമുള്ള എല്ലാ ആൾക്കാർക്കും ഇതിനകത്ത് ഒരു ഈ കലങ്ങിയ വെള്ളത്തിനകത്ത് മീൻ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് മാത്രമേ ലോകത്ത് എല്ലായിടത്തും ചൂഷണമുണ്ട്. ഈ ചൂഷണത്തിനെ വെച്ച് ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരും, ലോകത്ത് ഇന്ത്യയിലെ മാത്രമല്ല എല്ലാ രാഷ്ട്രീയക്കാരും അത് എനിക്കും കിട്ടണം പണം എന്നുള്ള രീതിയിൽ കൊണ്ട് നടക്കുന്നത് ഒരു തൊഴിലായിട്ട് മാത്രം രാഷ്ട്രീയത്തിൽ എന്ന് അധപ്പതിച്ചു പോകും. ആ കാലഘട്ടം മുതൽ നമ്മളുടെ നാട്ടിൽ
നമുക്ക് യാതൊരു മോചനവും ഇല്ലാത്തൊരവസ്ഥയിലെത്തി. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യയിലെ യുവജന ശക്തിയെ നശിപ്പിക്കാനുള്ള പുറത്തു നിന്നുള്ള ഇടപെടലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മാവോവാദികൾ ആരാണ് പുറത്തുനിന്ന്? ആരാണ്? ഏതെങ്കിലും രാജ്യത്തിന്റെ പിന്തുണയോടെ രാജ്യത്തെക്കുറിച്ച് സംശയമുണ്ടോ? പാകിസ്ഥാനോ അമേരിക്കയോ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പിന്തുണയോടെ. പക്ഷേ മാവോയിസ്റ്റുകളുടെ സാധാരണ കേന്ദ്രമായിട്ട് അറിയപ്പെടുന്നത് ചൈനയും നേപ്പാളൊക്കെയാണ്. അതൊന്നല്ല, അമേരിക്കയാണ്. അവരെ പിന്തുണയോടെ യുവജന ശക്തിയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നാണ്. അതിലെ ഏറ്റവും ഇന്ത്യയെ അതിലൂടെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു സ്റ്റേറ്റാണ് കേരളം വരുന്നത്. കേരളത്തിലാണെങ്കിൽ ഏത് രീതിയിലായിരുന്നാലും നല്ല പുരോഗതിയുള്ള ഒരു വിദ്യാഭ്യാസപരമായാലും ഏതായാലും. അപ്പോൾ അവരുടെ ലക്ഷ്യം ഇത് തന്നെ ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു നശീകരണ പ്രവണതയാണ് പറയുന്നത്. ഇന്ത്യയുടെ യഥാർത്ഥ സ്വത്തിനുടമകളായ ഈ കാട്ടിൻ്റെ മക്കളെ തരികിടകളും തിരികിടകളായിട്ട് ഈ വർഷങ്ങളിൽ മാറ്റി നിർത്തിയിരുന്ന അവഗണിക്കപ്പെട്ട ഈ വിഭാഗത്തിന് എന്താ നിങ്ങൾ പരിഹരിക്കാൻ പോകുന്നത്? ഭൂമി കൊടുക്കും. ഈ പാവങ്ങൾക്ക് ഭൂമി കൊടുത്താൽ സെക്രട്ടേറിയറ്റിൽ 5 സെൻറ്റ് അവർക്ക് കൊടുത്തു. ആ 5 സെൻറ്റ് മസിൽ പവർ, മണി പവർ, പൊളിറ്റിക്കൽ പവർ ഉള്ള ആ ആൾക്കാർ വന്ന് അവരെ നിന്ന് കൈക്കലാക്കിയിരിക്കും. വേറെ ഭൂമി കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ അവർക്ക് ജീവിക്കണമെങ്കിൽ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ട ആ രീതിയിലുള്ള ഭൂമിയാണ് അവർക്ക് വേണ്ടത്. കാര്യം അവർ അതുമായിട്ട് പൊരുത്തപ്പെട്ടവരാണ്. അങ്ങനെയുള്ള ആ രീതിയിൽ റൂട്ട് കോസാണ് ഇനി ഒന്നേ തുടങ്ങേണ്ടിയിരിക്കുന്നു. അല്ലാതെ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കും പ്രശ്നങ്ങളുണ്ടാവും. ഒരിക്കലും പിന്നെ ആരാണ് കുറുക്കൻ അല്ലെങ്കിൽ പുലി വരുന്നു, മാവോ എന്ന് പറയുന്ന പുലി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം അത് വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങി. അഡ്വക്കേറ്റ് ഓം മംഗലശ്ശേരി. ഇപ്പോൾ ആദിവാസികളെന്ന് പറയുന്നത് തനതായ ഈ മണ്ണിൻ്റെ അവകാശികളെന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് വനവാസികളാണ്. ഈ വനവാസികൾ ഇന്ന് എവിടെയാണെന്ന് ഒരു ഭരണകൂടമോ ഒരു സാമൂഹിക ശക്തികളോ പരിശോധിക്കുന്നില്ല. ഈ വനങ്ങൾ കുടിയേറിയിരിക്കുന്ന ഒരു കൂട്ടം മുതലാളിമാരുണ്ട്. ആ മുതലാളിമാർക്ക് സഹായം ചെയ്യുന്ന ഇവിടുത്തെ ഭരണകൂടങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ നെല്ലിയാമ്പതി എസ്റ്റേറ്റ് തന്നെ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളും അതിനൊത്താശ ചെയ്യുന്ന ഗവൺമെൻറ്റുമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നിലവിലിരുന്ന ഗവൺമെൻറ്റും ഈ നെല്ലിയാമ്പതി പോലെയുള്ള ഹാരിസൺ എസ്റ്റേറ്റ് പോലെയുള്ള ഈ രാജ്യത്തെ വനവാസികൾ ആധിപത്യം പുലർത്തിയിരുന്ന എന്നല്ല, അവരുടെ തനതായ അവകാശങ്ങളുള്ള ജീവിത സാഹചര്യങ്ങളുള്ള ചുറ്റുപാടുകളുള്ള അവരെ അവിടെ നിന്ന് ഏലിയനേറ്റ് ചെയ്യപ്പെട്ടു. അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇവർ കയ്യേറുകയും ആ കയ്യേറ്റത്തെ ഒത്താശ ചെയ്യുന്ന ഗവൺമെൻറ് വൻകിട മുതലാളിമാരെ നിന്ന് കൈക്കൂലികളും അതുപോലെയാണ് പണം വാങ്ങിക്കൊണ്ട് ഇവർക്ക് എതിരായി നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുള്ളത്. കാലാകാലങ്ങളിൽ അവർ സമരം ചെയ്യുമ്പോൾ അതിനെ ഒത്താശ ചെയ്യുകയും ആ സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കാവുന്ന ചില വാഗ്ദാനങ്ങൾ മാത്രം നൽകിക്കൊണ്ട് ഇരിക്കുന്നൊരവസ്ഥയാണ്. ഇന്ന് തന്നെ ഈ കേരളത്തിൽ തന്നെ നേരത്തെ നമ്മുടെ ഇവിടെ ഡയസിൽ നിൽക്കുന്ന ഒരാൾ പറഞ്ഞതുപോലെ സമരങ്ങളുടെ മുന്നണിയിൽ നിന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് എന്തുകൊണ്ട് ഈ സമരങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് അവകാശ സമരങ്ങൾ നടത്തിയെടുത്ത് സാധാരണക്കാരൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കാൻ കഴിയില്ല എന്ന് അവർക്ക് ബോധ്യമായതുകൊണ്ടാണ് ഈ CK ജാനുവിൻ്റെയും ഗീതാനന്ദൻ്റെയും നേതൃത്വത്തിലുള്ള ഈ വനവാസികൾ സമരരംഗത്തേക്ക് വന്നത്. ആ ഒരവസ്ഥയിൽ ഇവിടെ ഇന്ന് ഈ വനവാസികളെ അവരുടെ യഥാർത്ഥമായ ജീവിത സാഹചര്യങ്ങളെ കൊണ്ടുവരികയും അവർക്ക് അവിടെ തനതായ വ്യക്തിത്വത്തോടുകൂടി ജീവിക്കാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ ഗവൺമെൻറ്റുകളും ഭരണകൂടവും പാർട്ടികളും ചെയ്യേണ്ടത്. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഓരോ എന്താണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം എന്ന നിലയിൽ എന്താണ് നിർദ്ദേശിക്കാനുള്ളത്? അത് വല്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഒന്ന് കോർപ്പറേറ്റ് വൽക്കരണം. ഇപ്പം പെൻഷൻകാർ KSRT 16 പേരാണ് ആത്മഹത്യ ചെയ്തത്. 19 പേരാണ് പെൻഷൻകാർ ആത്മഹത്യ ചെയ്തത്. കോർപ്പറേറ്റുകൾക്ക് ഈ നാട് കൊള്ളയടിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ്. ആദിവാസികളടക്കം പിന്നോക്കം നിൽക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട്. ആദിവാസി മേഖല മാത്രമല്ല, പട്ടികജാതിക്കാരുണ്ട്. ഈ ആദിവാസി മേഖലയിൽ ഗവൺമെൻറ് ശക്തമായിട്ട് ഇടപെടണം. അവരെയും മാന്യമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കണം. ഇവിടെ CK ജാനു ഗീതാനന്ദന് മാത്രമല്ല, CK ജാനു ഗീതാനന്ദന് പണ്ട് സമരം നടത്തിയിട്ട് ആന്റണിയോടൊപ്പം പോയി സെക്രട്ടറിൻ്റെ അവിടെ നൃത്തം നടത്തിയിട്ട് പിറ്റേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിച്ചതാണ്. അതിനുശേഷമാണ് മുത്തങ്ങയിൽ വെടിവെപ്പെടുത്തിയത്. അപ്പോൾ അവർ നടത്തുന്ന സമരം മാത്രമാണ് സമരം. ഇടതുപക്ഷം സമരത്തിലെല്ലാം പരാജയപ്പെട്ടു. ഇടതുപക്ഷം വളരെ ശക്തമായി ഈ മേഖലയിൽ ഇടപെടുന്നുണ്ട്. ആദിവാസി മേഖലയിൽ ഇന്ന് ഏറ്റവും വലിയ സംഘടന ആദിവാസി ക്ഷേമ സമിതി തന്നെയാണ്. മാധ്യമങ്ങൾ അവഗണിക്കുന്നുണ്ടാവും. മാധ്യമങ്ങൾക്ക് മുത്തങ്ങ സമരത്തിന് മുമ്പേ ഏറ്റവും വലിയ
ആദിവാസികളുടെ അങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല. മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിന് കൊടുക്കുന്ന പ്രാധാന്യം വേറൊരു രാഷ്ട്രീയ പാർട്ടിയും കൊടുക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഇവിടുത്തെ ഭരണകൂടം പോലും നിങ്ങൾ സമരം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് സെറ്റിൽ ചെയ്യുന്നത്? അതിന് കിട്ടുന്ന ഒരു പ്രാധാന്യം വേറെ ആർക്കും കിട്ടാറില്ല. അല്ല, മുത്തങ്ങ സമരത്തിന് മുമ്പ് CK ജാനുവിനെ ഏറ്റവും വലിയ മഹത്വവൽക്കരിച്ച മാധ്യമങ്ങൾ മുത്തങ്ങ സമരത്തിന് ശേഷം എന്താ ചെയ്തത്? കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. അപ്പോഴും ഇടതുപക്ഷവും CPM തന്നെ അതിനോടൊപ്പം നിന്ന്, അപ്പോഴും ആ വിഭാഗത്തിനോടൊപ്പം CPM അല്ല. മാധ്യമങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലതും അവര് പോയി അക്രമത്തിന്റെ പാതയിലേക്ക് പോയി പോലീസുമായി ഏറ്റുമുട്ടിപ്പോ തെറ്റായി എന്ന് പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞു എന്താ തെറ്റുള്ളത്? അത് മാത്രമല്ല, ആ സമരം ഞാൻ പറഞ്ഞല്ലോ, ഓരോ പ്രശ്നങ്ങളെയും അവര് പോലീസുകാരനെ അവിടെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് അവിടെ പ്രശ്നം ഉണ്ടായത്. അവർ ചെയ്ത് ശരിയോ തെറ്റൊന്നല്ല. CK ജാനു നടത്തുന്ന സമരം മാത്രമാണ് ആദിവാസി മേഖലയിൽ നടക്കുന്ന സമരം. ആദിവാസി അതാണ് അങ്ങനെ പറയുന്നത് ശരിയല്ല. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നല്ല നിലയിൽ സമരം, ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരം ജില്ലയിൽ അടക്കമുണ്ട്. എവിടെയെങ്കിലും ഭൂമി അടക്കമുണ്ട്. ഈ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി ഗവൺമെന്റുകൾ, അത് രാഷ്ട്രീയ നേതൃത്വമാണ് ഗവൺമെന്റുകൾ എന്ന് പറയുന്നത്. അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും. ആ ഗവൺമെന്റുകളാണ് പദ്ധതികൾ ഉണ്ടാക്കുന്നത്, നടപ്പിലാക്കേണ്ടതാണ് ഉദ്യോഗസ്ഥന്മാർ. ചിലപ്പോൾ ഗവൺമെന്റിന് പറയട്ടെ ഇത്രയും കേട്ടല്ലോ, പറയട്ടെ പ്ലീസ്. എല്ലാ ഗവൺമെന്റ് ഞാൻ പറഞ്ഞു പൂർത്തിയാക്കും. ഞാൻ പറയുന്നത് പൂർത്തിയാക്കിട്ടേ പോകും. അത് ആദ്യം അല്ല പറയട്ടെ. ഈ എല്ലാ ഗവൺമെന്റുകളും ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി പണങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. ഈ പദ്ധതികൾ ഏതെങ്കിലും സോഷ്യൽ ആക്ടിവിറ്റീസ് ആവശ്യപ്പെട്ടുകൊണ്ടല്ല ഈ പദ്ധതി ഉണ്ടാക്കിയത്. ഓരോ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഭരണകൂട നേതൃത്വത്തിന്റെയും ഇച്ഛാശക്തി കൊണ്ടാണ് ഈ പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതാരും വിസ്മരിക്കേണ്ടതില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു. ഗവൺമെന്റ് അനുവദിക്കുന്ന പണത്തിന്റെ എത്രയോ ശതമാനം കുറച്ചാണ് താഴെ പോകുന്നത്. ആ ഇടത്തട്ടിലുള്ളവരെ നിയന്ത്രിക്കാനും ആ ഇടത്തട്ടിലുള്ളവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി എന്ത് സർക്കാരിന് പരാജയമുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കും. പക്ഷേ എന്ത് ഇടപെടലുകളാണ് ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾ ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ സാധിക്കുമോ? ഒന്ന് രണ്ട് കേരളത്തിൽ നിങ്ങളുടെ ഭാഷയിൽ, ബഹുമാന്യ സുഹൃത്തെ, നിങ്ങളുടെ ഭാഷയിൽ എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ആ ഭാഷയിൽ. എന്റെ ബഹുമാന്യ സുഹൃത്തെ, നിങ്ങൾ ഉന്നയിക്കുന്ന ഈ ഭാഷ, പൊതുവേദിയിൽ സംസാരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഭാഷ, ആ വാക്കുകൾ എനിക്ക് ഇവിടെ നിന്ന് ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പറയട്ടെ. ഈ ആദിവാസി മേഖലയിൽ 7 വർഷം വലിയ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പറയുന്നു. പക്ഷേ ആദിവാസികൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു നിയോജക മണ്ഡലങ്ങളിൽ പോലും ഇന്ന് ഇടതുപക്ഷത്തിന്റെ MLA ഇല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികൾ കുറഞ്ഞുകൊണ്ട് വരുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. ആദിവാസികൾ, നിങ്ങൾ സംഘടന വലുതായിരിക്കും, ആ സംഘടന പിന്നിൽ ആദിവാസികളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലവിൽ ആദിവാസികൾക്ക് അവരുടെ ആശങ്ക അടിയന്തരമായി പരിഹരിക്കണം. ആദിവാസികൾക്ക് സുരക്ഷ ഉറപ്പാക്കണം. ഈ ആദിവാസി കർഷകരുടെ ഭൂമിക്ക് പട്ടയം നൽകണം. കുടിയേറ്റ കർഷകർക്ക് പട്ടയം കൊടുക്കുന്നു എന്നുള്ള ആശങ്ക അവരിൽ നിന്ന് മാറ്റണം. മാവോയിസ്റ്റ് സാന്നിധ്യം ഗവൺമെൻറ് അടിയന്തരമായി ഇടപെട്ട് അത്യാധുനിക സംവിധാനം ഉപയോഗിച്ച് മറ്റ് അപകടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് അടിയന്തരമായി കുറ്റക്കാരെ കണ്ടെത്തുന്നതിനുള്ള മാതൃക വളരെ അത്യാവശ്യത്തോടുകൂടി സ്വീകരിക്കണം എന്നുള്ളതാണ് BJPയുടെ അഭിപ്രായം. മാവോയിസ്റ്റ് സാന്നിധ്യത്തെ രാഷ്ട്രീയവുമായും ജനാധിപത്യപരമായും നിലവിലുള്ള ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തടയേണ്ടതാണ്. ആദിവാസി പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അവർക്ക് ചെയ്തിട്ടുള്ള ആനുകൂല്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കണക്കുകൾ പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എല്ലാവർക്കും. ഇവിടെ വിശുദ്ധ പശുക്കളാകാൻ ആരും ശ്രമിക്കേണ്ട കാര്യമില്ല. പ്ലാച്ചിമടയിലെ പാവപ്പെട്ട മൈലമ്മയും സ്വാമിനാഥനും ഒക്കെ നടത്തിയ സമരത്തിൻ്റെ ഫലമായിട്ടാണ് കേരള നിയമസഭ ഐകകണ്ഠ്യേന ഒരു നിയമം പാസ്സാക്കിയത്. അവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുള്ളത്. കോർപ്പറേറ്റ് കമ്പനിയായ കൊക്കോകോള കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കണമെന്ന് കഴിഞ്ഞ കോൺഗ്രസ് ഗവൺമെൻറ്, ഇപ്പോഴത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ആ നിയമത്തെ, ഞാൻ പറയും ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്, കറുത്താണ്. ആ നിയമത്തെ കേന്ദ്ര ഗവൺമെൻറ് അയക്കുമ്പോൾ പാർലമെൻറ്റിൻ്റെ അംഗീകാരത്തിനായി അയച്ചിട്ട് അത് പ്രസിഡന്റിന് അംഗീകാരം കൊടുക്കാതെ അത്
ഭരണത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ചെയ്തെന്താ? BJP ഗവൺമെന്റ് ആ ബില്ലിന് യാതൊരു നിയമവുമില്ല. കേരളത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിന് ഒരു കേരള നിയമം പാസ്സാക്കിയ, കേരളത്തിലെ നിയമസഭ പാസ്സാക്കിയ ഒരു നിയമത്തിന് അംഗീകാരം കൊടുക്കുവാനുള്ള മര്യാദ പോലും കാണിക്കാതെ BJP ഒരു തിരിച്ചു കൊടുത്തിരിക്കുക. അപ്പം ഇതുകൊണ്ട് സ്വയം വിമർശനപരമായി ആദിവാസി പ്രശ്നങ്ങളെ എങ്ങനെയാണ് പ്രശ്നത്തെ പരിഹരിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഗൗരവപരമായ ചർച്ചകൾ കേരള സമൂഹത്തിൽ ഉണ്ടാകണം. അതിന് ഈ ചർച്ച ഉതകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ മാവോയിസ്റ്റ് സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടന്നത്. പക്ഷെ അത് വിരൽ ചൂണ്ടിയത് കേരളത്തിലെ ആദിവാസി മേഖലയിൽ നടക്കുന്ന ചൂഷണത്തെക്കുറിച്ച്, അവർ അനുഭവിക്കുന്ന തീക്ഷ്ണമായ പീഡനങ്ങളുടെ, സങ്കടങ്ങളുടെ കഥകളാണ്. ഒരുപക്ഷെ ഭരണകൂടം ശ്രദ്ധിക്കേണ്ടത്, അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായാലും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായാലും, ഇവരുടെ സങ്കടങ്ങൾ, ഇവരുടെ പ്രശ്നങ്ങളെ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ, അതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ മാവോയിസ്റ്റുകളും അതുപോലെയുള്ള അക്രമം നടത്തുന്ന സംഘടനകളും കൂടെ കയറി വരും. അവരെ തടയാനാവില്ല. ഈ ഭീഷണി മനസ്സിലാക്കിക്കൊണ്ട്, കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ മേഖലകളിൽ സജീവ സാന്നിധ്യം അറിയിക്കുകയും വികസനത്തിൻ്റെയും പുരോഗതിയുടെയും സ്ഥലത്തിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നയിക്കുകയും ചെയ്യണമെന്ന ഒരു ചർച്ചയാണ് ഇവിടെ നടന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത സദസ്സിലും അതുപോലെ തന്നെ വേദിയിലുമുള്ള മുഴുവൻ പേർക്കും ഈ പരിപാടിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി. ഇനി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടും വരെ PP ജെയിംസ് സൈനിങ് ഓഫ്.